ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് വരികയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്തും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിനിടയ്ക്കുള്ള ഇടവേളയിലും വോട്ടെണ്ണൽ കഴിഞ്ഞു മാധ്യമപ്രവർത്തകരുടെ സമൂഹമൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെയും വളരെ വിശ്വാസ്യതയോടെയും ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതിനെ കുറിച്ചുള്ളത്. ഞങ്ങൾ തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിൽ വരും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് വരും. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ് 45 ദിവസത്തിനകം വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. രണ്ട് തരത്തിൽ കണക്ക് നോക്കിയാലും നാളെ ആകുമ്പോൾ 45 ദിവസം ആകുന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 25 ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. 25 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു 8-10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു എല്ലാ പാർട്ടികളും. ഇന്നലെയാണ് 101 വാർഡിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കൗൺസിൽ യോഗം ചേരുന്നതും കുറച്ച് അജണ്ടകളൊക്കെ ചർച്ച ചെയ്യാൻ സാധിച്ചത് ഇന്നലെ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ തിരുവനന്തപുരത്തിൻ്റെതായ നിരവധി കാര്യങ്ങളും സാധ്യതകളും അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെക്കുറിച്ച് അറിയാം, തിരുവനന്തപുരത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം. അദ്ദേഹം പല പ്രസംഗങ്ങളിലും ആസാമിലായാലും പശ്ചിമ ബംഗാളിലായാലും അദ്ദേഹം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച്. ഞങ്ങൾ അധികാരത്തിൽ ഏറി അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഒക്കെ തന്നെ പരമാവധി സമയം ചെലവഴിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഉത്തരവ് ബോധ്യമുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ മറ്റ് വിദഗ്ധരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരോട് അവരവരുടെ വാർഡുകളിൽ വികസന സഭകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. നിരവധി വാർഡുകളിൽ ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കൗൺസിലർമാരുടെയും സ്വതന്ത്രരുടെയും വാർഡുകളിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഇനിയും ചിലത് ലഭിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു പല മേഖലകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രെഡായി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, RCC ഡയറക്ടർ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ തിരുവനന്തപുരം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു പലരും, ചേംബർ ഓഫ് കൊമേഴ്സ്, ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ ഇപ്പോൾ TP ശ്രീനിവാസ് സാറിനെ പോലുള്ള വിദേശകാര്യ വിദഗ്ധർ, നമ്മുടെ വിജയരാവ് സാറിനെ പോലെ ടെക്നോ പാർക്കിൻ്റെ ഫൗണ്ടിംഗ് CEO വിജയരാവ് സാറിനെ പോലുള്ള വിദഗ്ധർ, അവരുമായിട്ടൊക്കെ തന്നെ one-to-one ഡിസ്കഷൻ നടത്തി അവരിൽ നിന്നും ആവശ്യത്തിലുള്ള ഇൻപുട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വികസന സെമിനാർ എല്ലാ വർഷവും നടക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ കോർപ്പറേഷൻ തന്നെ ചില കോൺക്ലേവുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം 46 വാർഡുകൾ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനം. ഇത് 101 വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കണം. അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് എത്ര എമൗണ്ട് ആകും, അതുപോലെ കുടിവെള്ള പ്രശ്നം. ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച ചെയ്തപ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് 1000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 4 പ്ലാന്റുകൾ 4 സ്ഥലത്തായിട്ട് നിർമ്മിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും പൈപ്പ് പൊട്ടും, നമ്മൾ തൽക്കാലം അതിനെ ഒട്ടിക്കും, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അരുവിക്കരയിൽ നിന്നാണ് വെള്ളം വരുന്നത്. മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും ജലം ശുദ്ധീകരിച്ച് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ഒരു തവണ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് പരിഹരിച്ചാൽ ആത്യന്തികമായി പരിഹരിക്കപ്പെടണം. അപ്പോൾ കൂടുതൽ കോൺക്ലേവുകളും അതുപോലെ തന്നെ കൂടുതൽ ചർച്ചകളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. എത്ര എമൗണ്ട് ആവും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ നാളെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്താൻ ശ്രമിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോർപ്പറേഷൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പല മാധ്യമങ്ങളും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചത് തന്നെ, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത് തന്നെ, പല മാധ്യമങ്ങളും ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് അവരവരുടെ ഭാവനയിൽ വിടർന്നതും നല്ല പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ
സിറ്റി പ്രഖ്യാപിക്കും. അതുപോലെ ഇതൊക്കെ ആവശ്യമാണ് തിരുവനന്തപുരത്തിന്. ലൈറ്റ് മെട്രോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മാധ്യമങ്ങൾക്കും അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ, ചർച്ച നടന്ന കാര്യങ്ങളെ കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങും എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കാം, ഞങ്ങൾക്കൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക സംവിധാനം തീരുമാനിച്ച് പറയുമ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ, കൃത്യമായിട്ടുള്ള എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ്, അതിൽ പല ഘടകങ്ങളിൽ നിന്ന് അംഗീകാരം വാങ്ങണം, ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, ആ മൈന്യൂട്ട് ആസ്പെക്റ്റിൽ കൂടെ പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആധികാരികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വരാൻ പോകുന്ന 5 വർഷത്തേക്ക് 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തി നിൽക്കേണ്ട പദ്ധതികളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഏകദേശം രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ ആക്യുറസി വരേണ്ടതായിട്ടുണ്ട്. അതിൽ ചില കോൺക്ലേവുകൾ നടത്തണം. അതിന് ഈ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച കോർപ്പറേഷൻ മേയർമാർ തിരുവനന്തപുരത്ത് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഓരോ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച മേയർമാരുമായിട്ട് ഞങ്ങളുടെ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം, അത് അവിടെ വിജയിപ്പിച്ച ഉദ്യോഗസ്ഥർ, എക്സ്പെർട്ടുകൾ, അവരുടെയൊക്കെ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാസത്തിലുണ്ടാകും. അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഇതിന് കൃത്യമായിട്ടൊരു ആക്യുറസി വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവ് വളരെ വലിയ ഒരു പ്രതീക്ഷയും ആവേശവും ആത്മവിശ്വാസവുമാണ് BJP പ്രവർത്തകർക്ക്, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ 101 കൗൺസിലർമാർക്ക്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് കൈവരുന്നിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ കൗൺസിൽ യോഗത്തിൽ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് 101 കൗൺസിലർമാരും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം NDAക്ക് ലഭിച്ചതിന് ശേഷമുള്ള വരവിന് നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാ മാധ്യമപ്രവർത്തകരെയും സഹകരണം